ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മാത്സ്ഡോ. SSLC മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1, ചാപ്റ്റർ 2 ഈ രണ്ട് ക്ലാസ്സുകൾ ഇട്ടു. 1500 കുട്ടികൾ അത് കണ്ടു, അഭിപ്രായങ്ങൾ പറഞ്ഞു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ട ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 3, അരിത്മെറ്റിക് സീക്വൻസസ് ആൻഡ് ആൽജിബ്ര. ഓണപരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജിൽ വരുന്ന ചാപ്റ്ററുകളിൽ ഒന്ന്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിനെ വളരെ ചെറിയ സമയം കൊണ്ട് മാത്സ്ഡോയിലൂടെ ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ പോവാണ്. ആദ്യമേ പറയാം, കൂടുതൽ അലങ്കാരങ്ങൾ ഉണ്ടാവില്ല, കൂടുതൽ തമാശകൾ ഉണ്ടാവില്ല. ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്താണോ പഠിക്കേണ്ടത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ വരാൻ പോകുന്നത്, കൃത്യമായിട്ട് ആ കണ്ടന്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ഞാൻ തന്നിട്ടുള്ള ഓരോ സ്ലൈഡിലും നിങ്ങൾക്ക് ആവശ്യമായുള്ള ഇക്വേഷൻസിനെ ഏറ്റവും അടിപൊളിയായിട്ട് ഞാൻ തട്ടിയിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ സ്ലൈഡ് മാത്രം മതി. ഈ സ്ലൈഡ് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ക്ലാസ് കഴിഞ്ഞ് നേരെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ SSLCയുടെ ഒരു ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ക്ലാസ് ആണ് എല്ലാവർക്കും ഫ്രീ ആണ്. ആ ലിങ്കിൽ തൊട്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറാം. അതിൽ എല്ലാ വിഷയത്തിന്റെ അധ്യാപകരുണ്ട്, നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചോദിക്കാം. ഒന്നാമത്തെ. രണ്ടാമത് അതിന്റെ താഴെ ഞാൻ വേറെ ലിങ്ക് കൂടി കൊടുക്കും, ഇതിന്റെ സ്ലൈഡിന്റെ, ഈ ക്ലാസ് കഴിഞ്ഞ സ്ലൈഡിന്റെ. ഓക്കെ അല്ലേ? സോ തുടങ്ങല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. കമന്റ് ബോക്സിൽ ഞാൻ ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി. കമന്റ് ബോക്സിൽ ഇപ്പൊ റിപ്ലൈ തരാം, വോയിസ് ആയിട്ട് റിപ്ലൈ തരാം 30 സെക്കൻഡിന്റെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയും തരും. അപ്പൊ തുടങ്ങാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കണേ. സുധൻ, തുടങ്ങാം. ചാപ്റ്റർ 3 കുറെ ഞാൻ ജസ്റ്റ് മുന്നേ ക്ലാസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് പുതിയത് റെക്കോർഡ് ചെയ്യായിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. എന്താണ് ഒരു സമാന്തര ശ്രേണി എന്ന് പറഞ്ഞുതരാം. എന്താ സമാന്തര ശ്രേണി എന്ന് അറിയാലോ? ഫസ്റ്റ് ചാപ്റ്റർ കണ്ടാൽ മനസ്സിലാവും. ഇനി ഒരു സമാന്തര ശ്രേണി ഇപ്പൊ 4, 9, 14, 19 ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് പോകണം. അപ്പൊ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 4 ടേമൊക്കെ നിങ്ങൾക്ക് പറയാം. വേണമെങ്കിൽ ഒരു 5 ടേമ് പറയാം, അല്ലെങ്കിൽ ഒരു 10 ടേമ് വരെ പറയാം. 4, 9, 14, 19. ഒരു 1000 ടേമായിട്ട് പറയാമെന്ന് നിന്നോടൊന്ന് പറയാൻ വയ്ക്കോ? ഇല്ല. 1000ാമത്തെ ടേം ഏതാ വെച്ചാൽ നിങ്ങളൊന്ന് സ്റ്റക്കാവൂലേ? ഏതേക്കാര്യം. അപ്പൊ ഇതൊന്നും ഇല്ലാതെക്കാൻ ഈ അരിത്മെറ്റിക് സീക്വൻസിനെ നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് സൂചിപ്പിച്ചാൽ മതി. ആ ഇക്വേഷൻ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എന്താ മെച്ചെന്നറിയോ? ആ ഇക്വേഷൻ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആ അരിത്മെറ്റിക് സീക്വൻസത്തെ എത്രാമത്തെ ടേം ആണെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ആ അരിത്മെറ്റിക് സീക്വൻസത്തെ എത്രാമത്തെ ടേം ആണെങ്കിലും കണ്ടുപിടിക്കാം. 1000ാമത്തെ ടേം ആണോ, 10,000ാമത്തെ ടേം ആണോ, എത്ര കണ്ടുപിടിക്കാം. പിന്നെ അതാണ് ആൾജിബ്രായിക് ഫോം, ബീജഗണിത രൂപം. ശ്രദ്ധിച്ചു കേട്ടോ. അതിന്റെ ഇക്വേഷൻ ആണ് xn = dn + f - d. ബീജഗണിത രൂപം കേട്ടോ. ഒരു സമാന്തര ശ്രേണിന്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം. ഇനി ബീജഗണിത രൂപം xn = an + b എന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. രണ്ടും ശരിയാണ്. ഇവിടെ a എന്നുള്ളടത്ത് ഇവിടെ d എന്ന് വന്നു. നിങ്ങൾക്ക് എനെക്കാട്ടിൽ ഒന്നുകൂടി പരിചയം ഡീനോടുണ്ട്, കോമൺ ഡിഫറൻസ് ആണെന്ന് അറിയാം. b എന്നുള്ളടത്ത് f - d വന്നു. f - dക്ക് ബ്രാക്കറ്റ് ഇടലുണ്ട് കേട്ടോ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഓക്കെ ആണല്ലോ? f - d എന്ന് വന്നു, അത്ര വ്യത്യാസമുള്ളൂ. മറ്റേത് an + b പഠിച്ചാൽ എന്താ പറയുക, പിന്നെ a എന്താ പഠിക്കണം, b എന്താ പഠിക്കണം. വെറുതെ റിസ്ക് എടുക്കണ്ട. അല്ലെങ്കിൽ മാത്സിന്റെ കാര്യത്തിൽ എല്ലാവരും ഈ ക്ലാസ് കാണുന്നതിൽ ഒരു 90% ആൾക്കാർ ടോപ്പ് തരല്ലോ, നിങ്ങൾ ടോപ്പ് ആവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ആ ടൈമില് കുറെ കഷ്ടപ്പെടണ്ട. ഇതും പഠിക്കുക രണ്ടും പഠിക്കട്ടെ. ഞാൻ ഇനിയിപ്പോ യൂട്യൂബിലുള്ള ഷാദിൽ സാറ് അങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞാണ് നിങ്ങൾ ഇത് പഠിച്ചാൽക്കൊന്നും വേണ്ട. ഏതായാലും തുടങ്ങാം. ശ്രദ്ധിച്ചു, കൃത്യമായിട്ട് ശ്രദ്ധിച്ചു. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഇപ്പൊ തന്നെയല്ല, ഞാൻ ഈ ഒരു പേജ് എടുക്കുകയാണ്. ശ്രദ്ധിച്ചു, ഞാനിവിടെ മായിക്കോട്ടെ. അപ്പൊ ഏതായാലും ഒരു സീക്വൻസ് ചെയ്താണ് 6, 10, 14, 18. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഇവിടുത്തെ ഫസ്റ്റ് ടേം എല്ലാവർക്കും അറിയില്ലേ, 6 അല്ലേ? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ്? കോമൺ ഡിഫറൻസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ടേമിൽ നിന്ന് അതിന്റെ മുന്നിലുള്ള ടേം കുറച്ചാൽ, ഒന്നുകിൽ 10ൽ നിന്ന് 6 കുറക്കുക, അല്ലെങ്കിൽ 14ൽ നിന്ന് 10 കുറക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു ടേം അതിന്റെ മുന്നത്തെ ടേം കുറച്ചാൽ x2 - x1 എന്നൊക്കെ പറയേണ്ട ആവശ്യം അങ്ങനെ പറയാം. ഓക്കെ, കോമൺ ഡിഫറൻസ് 4 നേട്ടി. അപ്പോ ആൾജിബ്രായിക് ഫോമിന്റെ ഇക്വേഷൻ ആണ് xn = dn + f - d ആണോ? അല്ലേ? പിന്നെ f - dക്ക് ബ്രാക്കറ്റ് ഇടാറുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നോക്കി. d എത്ര? d 4 ആണ്, f 6 ആണ്. ഡിയും എഫും കണ്ടുകൊടുത്താൽ എങ്ങനെ ഇട്ടെടുത്താ? d എന്ന് പറഞ്ഞാൽ 4 ആണ്, n പ്ലസ് f എന്ന് പറഞ്ഞാൽ 6 - d എന്ന് പറഞ്ഞാൽ 4. ഇവിടെ ബ്രാക്കറ്റ് ഇടണമെങ്കിൽ ഒന്നും കൂടി നല്ലതാവും. അപ്പൊ എന്ത് വരും? 4n. എന്നിന്റെ ഡാം ഒരൊറ്റാളും ബാക്കി n ഇല്ലാത്ത ഡാം, അങ്ങനെ 2 ഡാമാ വരിക. 6 - 4 പോയ 2 അല്ലേ കുട്ടികളെ? സോ എന്ത് വരും? xn = 4n + 2 എന്ന് കിട്ടും. xn = 4n + 2 എന്ന് കിട്ടും. ഇത് കിട്ടിയുള്ള മെച്ചം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി ഇത് എത്രാമത്തെ ടേം ആണെങ്കിലും കണ്ടുപിടിക്കാം.
നിങ്ങൾക്ക് ഈ സീക്വൻസ് മൂന്നാമത്തെ ടേം നോക്കിക്കോട്ടോ. അപ്പൊ നിങ്ങൾ കയ്യിൽ ഇക്വേഷൻ അല്ലേ, എന്താ ഇക്വേഷൻ? എക്സ് ഇസ് ഈക്വൽ ടു 4n+2 എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്ക് മൂന്നാമത്തെ ടേമാണ്. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഈ എന്നിന്റെ പകരം നിങ്ങൾ 3 എന്ന് കൊടുത്താൽ മതി. എന്നിന്റെ പകരം എന്ത് കൊടുക്കുക? 3. അപ്പൊ എന്നിലൂടത്തൊക്കെ 3 ആക്കി പറഞ്ഞാണ്. എന്നിലൂടത്തൊക്കെ 3 ആക്കി എന്ത് വരും? 4 എന്നാണ്, 4 ഇൻറ്റു എന്നാണ്, 4 ഇൻറ്റു എന്നിന്റെ പകരം 3 പ്ലസ് 2 ആണോ അല്ല? ഇവിടെ എന്ത് മാത്രമാണ് മാറ്റം? ഇവിടെ എന്നിന്റെ പകരം ഇവിടെ എന്ത് വന്നു? 3 വന്നു. പിന്നെ ബോർഡ് മാസ് എന്ന റൂൾ അറിയാം നിങ്ങൾക്ക്? ബോർഡ് മാസ് എന്ന റൂൾ അറിയണം. ബോർഡ് മാസ് എന്ന റൂൾ അറിയാത്ത ആൾക്കാർ എഴുതി വെച്ചോളൂ. ഈ റൂളിന്റെ ഫുൾ നെയിം ഞാൻ പറഞ്ഞുതരാം. B4 ബ്രാക്കറ്റ്. അത് ഒരു കണക്കിൽ ബ്രാക്കറ്റ് എങ്കിലും എവിടെയെങ്കിലും കണ്ടാൽ ആദ്യം ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ചെയ്യണം. ഇനി ഓ എന്ന് പറഞ്ഞാൽ എല്ലാരും പഠിച്ചൊക്കെ ഓഫ് എന്നായിരിക്കും. ഓഫ് മാത്രമല്ല, ഓർഡർ കൂടി ഉണ്ട്. ഓർഡർ എന്താണ് ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ 4 സ്ക്വയർ ഉണ്ടോ, പവർ ഒക്കെ വരികയാണെങ്കിൽ അത് ചെയ്യണം. ഇനി അതിനുശേഷം D4 ഡിവിഷൻ, M എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, A എന്ന് പറഞ്ഞാൽ അഡീഷൻ, S പറഞ്ഞ സബ്സ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡർ കുട്ടികൾ എല്ലാവരും പഠിച്ചു വെച്ചോളി. ബോർഡ് മാസ് റൂള് ഒക്കെ ആണല്ലോ. ഇവിടെ ബോർഡ് മാസ് റൂൾ പ്രകാരം ഇൻറ്റു ആണോ പ്ലസ് ആണോ ആദ്യം ചെയ്യേണ്ടത്? ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം കുടിക്കണം. 4 ഇൻറ്റു 3 എത്ര? 12 പ്ലസ് 2. 12ക്ക് 2 കൂട്ടി എത്ര? 14. വൃത്തിക്ക് പഠിച്ചു പോയാൽ കിട്ടും. മൂന്നാമത്തെ ടേം 14 ഇക്വേഷൻ പറയണം. ഇക്വേഷൻ ശരിയാണോ നോക്കാം. ഈ സീക്വൻസ് ഒന്ന് എണ്ണി നോക്കി. 6, 10, 14 അല്ലെ? മൂന്നാമത്തെ ടേം 14 അല്ലേ? വളരെ കൃത്യമായിട്ട് കൺസെപ്റ്റ് കിട്ടിയോ? ഇനി ഇങ്ങനെ 1000ാമത്തെ ടേം ആണ്. സിമ്പിൾ ആയിട്ട് ബുദ്ധിയുള്ളവരാക്കി ചിന്തിച്ചൂടെ? ഈ എന്നിന് പകരം 1000 എന്ന് കൊടുത്താൽ പോരെ? അപ്പൊ എന്നിലോടുത്ത് 1000 ആകുമ്പോ 4 ഇൻറ്റു 1000 എന്ന് വരില്ലേ? പ്ലസ് 2 അല്ലെ? 3 കൊടുത്ത് 1000 വരും. 4 ഇൻറ്റു 1000 4000 പ്ലസ് 2 4002. ഈ സീക്വൻസ് എണ്ണി കഴിഞ്ഞാൽ 1000ാമത്തെ ടേമായിട്ട് വരിക 4002 കാരം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ കിട്ടുക? ഉത്തർന്നാണ് ചോദിക്കുക. അപ്പൊ 1000ാമത്തെ ടേം 4002 വരും. അതെങ്ങാനും അല്ല നിങ്ങൾ എങ്ങാനും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ തല മുട്ടടിച്ച് പുള്ളി മുത്തിയെടുക്കും. ദിസ് ഇസ് എ കോൺഫിഡൻസ്. ഏതായാലും ഇത് മായിച്ചാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തരാം. ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് വളരെ ബേസിക് ആയിട്ട് അന്തുള്ള കുട്ടിക്ക് കിട്ടും. നോക്കിക്കോ. 1, 6, 11 1, 2 ഒക്കെ ഞാൻ സോൾവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എനിക്ക് ഹോംവർക്ക് ചെയ്യിക്കാൻ. അപ്പൊ പറഞ്ഞോളി, ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്ര? 1. കോമൺ ഡിഫറൻസ് എത്ര? 5. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ആൾജിബ്രായിക് ഫോം എന്താ? x is equal to dn plus f minus d. പറഞ്ഞോളി. F minus d ഒരു ടേം ആണ്. ബ്രാക്കറ്റിലുണ്ട്. ഞാൻ ഇടുമ്പോ ഞാൻ ഫ്ലോയില് മറന്നു പോണതാണ്. നിങ്ങൾ ഇടണം കേട്ടോ. ഓക്കെ, ഇട്ടൊന്നും കൂടി അടിപൊളിയാവും. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ 5 ആണ്. n പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ 1 ആണ്. മൈനസ് ഡി എന്ന് പറഞ്ഞാൽ വീണ്ടും 5 ആണ്. 5n. എടാ ഇതെന്താ വരും? 1 5 കുറച്ച പ്ലസ് 1 മൈനസ് 5 അല്ലേ ഇവിടെ ഉള്ളത്? പ്ലസ് 1 മൈനസ് 5 എന്താ വരിക? പ്ലസ് 1 മൈനസ് 5. നിങ്ങൾ 2 രീതിയിൽ ആലോചിക്കാം. ഒന്നുകിൽ ഇങ്ങനെ ട്രിക്കിൽ ആലോചിക്കാം. നിങ്ങളെ ചെങ്ങായി നിങ്ങൾക്ക് ഇന്ന് രാവിലെ 1 റുപ്യ തന്നു. 1 റുപ്യ തന്നു. നിങ്ങൾ 1 റുപ്യ ലാഭമാണ് ഇപ്പോ. നിങ്ങളെ ചെങ്ങായി രാവിലെ 1 റുപ്യ തന്നു. വൈകുന്നേരം ഓൻ എന്താ അറിയാം? ബസ്സിന് പോകാൻ പൈസ ഇല്ലായിട്ട് ഓൻ നിങ്ങളോട് 5 റുപ്യ ചോദിച്ചു. ഓൻ ഫുള്ള് ട്രിക്കാ. ഓന്റെ കയ്യിൽ ആകെ 1 റുപ്യ ഉള്ളു. ആ 1 റുപ്യൊക്കെ ഓനക്ക് ബസ്സിന് പോകാൻ പറ്റൂല. ഓനക്കറിയാം. അവൻ നിങ്ങളെ രാവിലെ സോപ്പിട്ട് 1 റുപ്യ എടുത്തു പറഞ്ഞു. അപ്പൊ നിങ്ങൾ കരുതി ലാഭമാണ്. നിങ്ങളെ ചങ്ങായിമാർ എന്ത് ചെയ്താലും നിങ്ങൾ കരുതരുത് നിങ്ങൾക്ക് ലാഭമുള്ള പരിപാടിയിലേക്ക് നിങ്ങളെ ചാമ്പാനേക്കാരെന്നുള്ളത്. ഓൻ വൈകുന്നേരം ആ ഒരു സഹതാപത്തിനെയും ഇപ്പൊ എനിക്ക് 1 റുപ്യ തന്നല്ലോ, അപ്പൊ അവനോട് ഒരു സ്നേഹം ഉണ്ടല്ലോ. ആ സ്നേഹത്ത് മോൻ വന്നുകൊണ്ട് 5 റുപ്യാണ് ചോദിച്ചു. ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുക്കും. 5 റുപ്യ കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് എത്ര റുപ്യ നഷ്ടമാണ്? 1 റുപ്യയിലേക്ക് കിട്ടിയിട്ടുള്ളൂ. അതുമ്പോ 5 പോയി. അപ്പൊ 4 റുപ്യ നഷ്ടം. അങ്ങനെ ആലോചിക്കുക. അല്ലെങ്കിൽ 1 റുപ്യ കളഞ്ഞിട്ട് 5 റുപ്യ ചാടിപ്പോയി. അപ്പൊ 4 റുപ്യ നഷ്ടമാണ്. അങ്ങനെ ആലോചിക്കാം. അല്ലെങ്കിൽ ഒരാളെ ചിഹ്നം പ്ലസും ഒരാളെ ചിഹ്നം മൈനസും ആണെങ്കിൽ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇവിടെയുള്ള വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കുക. ഇവിടെയുള്ള വലിയ സംഖ്യ 5 അല്ലേ? 5ൽ നിന്ന് ചെറിയ സംഖ്യയുള്ള 1 കുറച്ചാൽ എത്ര? 4 വരും. 4. വലുതിന്റെ ചിഹ്നം കേട്ടോ. വലുതിന്റെ ചിഹ്നം മൈനസ് അല്ലേ? ഇങ്ങനെ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ബുദ്ധിയുള്ളൊരാൾക്ക് ചിന്തിച്ചാൽ മതി. 5ന്ന് 1 കുറച്ചാൽ 4 ആണ്. 1ന്ന് 5 കുറച്ചാൽ -4 അല്ലേ വരിക? -4 അല്ലേ വരിക? നെഗറ്റീവ് അല്ലേ വരിക? ഇവിടെ മൈനസ് വന്നാൽ പിന്നെ ഇവിടെ പ്ലസും മൈനസും അടുപ്പിച്ച് വന്നാലൊക്കെ മൈനസ് തന്നെയാണ്. അറിയാവുന്ന പ്രതീക്ഷിക്കണം. പ്ലസും ആണെങ്കിൽ പ്ലസ്, മൈനസും ആണെങ്കിൽ പ്ലസ്, പ്ലസും മൈനസും ആണെങ്കിൽ മൈനസ്. ഇത് അറിയാവുന്ന പ്രതീക്ഷിക്കണം. സോ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഞാൻ കമന്റ് ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് ഡൗട്ട് ചോദിച്ചാലും ഞാൻ അതിന് വോയിസ് ആയിട്ട് റിപ്ലൈ തരാം. ആൻഡ് വേണമെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറിക്കോളും. അതാവുമ്പോൾ ഞാൻ എന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്. അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാലും ഞാനത് ആൻസർ പറഞ്ഞുതരാം. സോ ഏതായാലും അടുത്തത് എങ്ങനെ നിങ്ങൾ ചെയ്യാം? നിങ്ങൾ ചെയ്യുന്നത് 2, 7, 12, 17 നിങ്ങൾ ചെയ്യണം. 21, 32, 43 വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. നോക്കിക്കോ.
ഇവിടുത്തെ ഫസ്റ്റ് ടേം 21. കോമൺ ഡിഫറൻസ് എത്ര ചെയ്ത് നോക്കണം കേട്ടോ. 11 വെച്ചാ കൂടി പോണത്. അപ്പോ എക്സിന് സീക്വൽ എന്താ ഇക്വേഷൻ? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എന്ന് പറഞ്ഞാലും x1 എന്ന് പറഞ്ഞാലും ഒരേ മുതലാണെന്നുള്ളത് തലയിൽ ഉണ്ടാവണം കേട്ടോ. ഡി എന്ന് പറഞ്ഞാൽ 11 എൻ പ്ലസ് എഫ് ഫസ്റ്റ് ടേം 21 മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 11. അപ്പൊ 11 എൻ 21 11 വർഷം എത്ര 10 അല്ലേ വരിക. സോ 11 എൻ പ്ലസ് 10 എന്നുള്ളത് ആൻസർ കിട്ടും. ഡൗട്ട് ഇല്ലാന്ന് പ്രതീക്ഷിക്കണം. 11n പ്ലസ് 10 11n പ്ലസ് 10 ഇതാണ് ആൽജിബ്രൈക് ഫോം. ആൽജിബ്രൈക് ഫോം കൂടുതലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൂഫുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി ചാപ്റ്ററത്തെ പ്രൂഫ് ചെയ്യാൻ ഈ ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ പ്രൂഫ് ചെയ്യാൻ എക്സാമിന്റെ തലേന്ന് മാത്സ്ഡോന്റെ യൂട്യൂബ് ചാനൽ ഇടും. കഴിഞ്ഞ വർഷത്തെ 8 പ്രൂഫുകളാണ് കിട്ടീന്. മോഡൽ എക്സാമിന് കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിൽ 3 പ്രൂഫുകളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതായിൽ. അഥവാ 8 ആകെ 3 ക്വസ്റ്റ്യനേ വരില്ലുള്ളൂ പ്രൂഫിന്. അപ്പൊ അത്രയും കൃത്യമായിട്ടുള്ള പ്രൂഫുകൾ മാത്രമേ നമ്മൾ ഇനി ക്ലാസ്സിൽ ചെയ്യുള്ളൂ. അല്ലാതെ എല്ലാ പ്രൂഫും വലിച്ചു വരി ചെയ്ത് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കമന്റ് ബോക്സിലെ ലിങ്ക് കയറി വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയിരുന്നു. ഒരിക്കലും നഷ്ടാവില്ല, ഒരാൾക്കും നഷ്ടാവില്ല, ഒക്കെ ഫ്രീ ആണ്. ഒരാളിന്ന് ₹1 വാങ്ങിയാണ്ട് ഇവിടെ പഠിപ്പിക്കണമല്ല. നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിക്കുക. നിങ്ങൾ പറയുക മാത്സിന്റെ ക്ലാസ് കാരണം നിങ്ങൾക്ക് മാർക്ക് കൂടിയെന്നുള്ളത്. ഇവ പെയ്ഡ് ബാച്ച് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ സ്പെഷ്യൽ കെയർ വേണം, സെപ്പറേറ്റ് ടീച്ചേഴ്സ് വേണം എന്നൊക്കെയുള്ള കുട്ടികൾക്ക്. അതൊക്കെ വേണമെങ്കിൽ വെക്കാൻ. സോ ഏതായാലും നോക്കിക്കോ. അടുത്ത് നോക്കിക്കോ. ഇങ്ങനെ തന്നു അഥവാ ഒരു എർത്ത് സീക്വൻസ് ഏതോ 2 ടേമുകൾ തന്നു. എന്നിട്ട് ആൽജിബ്രൈക് ഫോം ചോദിച്ചു. സം ബീജഗണിത രൂപം. ശ്രദ്ധിച്ചു, ബീജഗണിത രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തുതരാം. ഒന്നാമത്തെ ടേം 5 ശ്രദ്ധിച്ചിരിക്കണേ. 10ാമത്തെ ടേം 23. ഓക്കെ അല്ലടാ, കുഴപ്പമൊന്നുമില്ലല്ലോ. 2 ടേം അറിയെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ അല്ലേ? പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടി ഡി ബൈ പി ഡി. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഉള്ള പദങ്ങളിൽ ഏറ്റവും അവസാനത്തെ പദങ്ങൾക്ക് 10ാമത്തെ പദമായിട്ടുള്ള 23 നിന്ന് 1ാമത്തെ പദമായിട്ടുള്ള 5 പേർക്ക് അതിന്റെ പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അടിയിൽ. 23 എത്രാമത്തെ പദം? 10ാമത്തെ പദം. മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദം? 1ാമത്തെ പദം. സോ 23 5 18 18/9 വരും. കോമൺ ഡിഫറൻസ് 2 എന്ന് വരും. ഡൗട്ട് ഇല്ല എന്ന് പ്രതീക്ഷിക്കും. കോമൺ ഡിഫറൻസ് ഇപ്പൊ 2 കിട്ടി. എഫ് കിട്ടിയോ? എഫ് അല്ലേടാ x1. ഓൾറെഡി x1 അറിയാം. എഫ് 5. കോമൺ ഡിഫറൻസ് 2ഉം എഫ് 5 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ചെയ്യാൻ വയ്ക്കാത്ത കുട്ടികളൊന്നും ഇല്ലല്ലോ. എഫ് മൈനസ് ഡി ഒരു ടേം ആണ്. ഡി എത്രടാ? 2n പ്ലസ് എഫ് എത്ര? 5 മൈനസ് ഡി എത്ര? 2. സോ 2n പ്ലസ് 3 എന്ന് വരും. പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഫസ്റ്റ് ടേം ആണ് ഏറ്റവും വലിയ. കോമൺ ഡിഫറൻസിനെക്കാട്ടിലും വലിയ സംഖ്യയാണ് ഫസ്റ്റ് ടേം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡി എടുത്ത ചിഹ്നം എപ്പോഴും പ്ലസ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് ഒന്നല്ല എന്നുണ്ടെങ്കിൽ. സോ അത് മനസ്സിലുണ്ടാവും. ഇതേപോലെയാണ് അടുത്തും ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. നിങ്ങൾക്ക് അപ്പൊ ഈ ഹോംവർക്ക് ഒക്കെ എവിടെ ചെയ്താൽ എന്റെ സാറെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞല്ലേ, ആ കമന്റിൽ കയറുക. അതിലെല്ലാ കുട്ടികളും സ്ഥിരമായിട്ട് ഡെയിലി ആ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ അവർക്ക് ചെയ്യാൻ കൊടുക്കുന്ന വർക്കുകൾ അവർ ചെയ്യാറുണ്ട്. അവര് ക്ലാരിഫൈ ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഇതിൽ നിന്ന് എനിക്കൊരു ബെനിഫിറ്റ് കിട്ടി എന്നുള്ളതിലല്ല. കഴിഞ്ഞ വർഷമാണ് മാത്സിൽ തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷത്തിന്റെ ക്രിസ്മസ് എക്സാമിന്റെ ടൈമിൽ ഏകദേശം 4.5 ലക്ഷത്തോളം കുട്ടികളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസ് കഴിഞ്ഞ 3 മാസം കൊണ്ട് കഴിഞ്ഞ ബാച്ചുകാർ കണ്ടിരുന്നത്. ഈ ബാച്ചിൽ ഞാൻ ആദ്യം മുതലേ തുടങ്ങിയിട്ടില്ലേ. അപ്പൊ തുടക്കം മുതലേ കുട്ടികളെ ശരിക്കും പിടിച്ചു പോയി കഴിഞ്ഞാൽ വൃത്തിക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറേ A+ ഉണ്ടാക്കി കൂടെ. കഴിഞ്ഞ വർഷം 3 മാസം കൊണ്ട് 1600 കുട്ടികളാണ് ഒറ്റ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നു. അതിന് എത്ര കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ടാവും? 115 കുട്ടികൾക്ക് ഫുൾ A+. 115 കുട്ടികൾക്കാണ് എത്ര ഫുൾ A+ വന്നിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിക്കുക. ജസ്റ്റ് തിങ്ക് അബൌട്ട്. 300-ലേറെ കുട്ടികൾക്കാണ് 5A+ അതിന്റെ മേലൊക്കെ വന്നിരിക്കുന്നത്. രാപ്പകലില്ലാതെ പണിയെടുത്തിരിക്കണം അധ്യാപകര്. ഡൗട്ട് ക്ലിയറൻസിനൊക്കെ പരീക്ഷന്റെ തലേന്നും അതിന്റെ രാവിലെ വരെ അധ്യാപകര് വളരെ ഫ്രീ ആയിട്ട് ₹1 പോലും അവരോട് ഓഫർ ചെയ്യാതെ അല്ലെങ്കിൽ അവരോട് പേയ്മെന്റ് പറയാതെ ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് നമ്മളപ്പോ. ഏതായാലും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നല്ല, നിങ്ങൾ വേണമെങ്കിൽ കയറിയാൽ മതി. ഒരു നിർബന്ധമില്ല. സോ ദെൻ ഏതായാലും തുടങ്ങാം. ബാക്കിയുള്ള നോക്കാം. അപ്പൊ ഇതറിയാലോ അല്ലെ. അപ്പൊ ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ, ഒരു സാധാ ക്വസ്റ്റ്യൻ ഞാൻ എൻജോയ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. അത് എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 3ാമത്തെ ടേം എന്താ? 25.
അഞ്ചാമത്തെ ടേം ഞാൻ തരാം. $45 അല്ലെങ്കിൽ വേണ്ട 47. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ആൾജിബ്രായിക് ഫോം ആണ്. ഏതെങ്കിലും രണ്ട് ടേം കിട്ടിയാൽ അപ്പൊ തന്നെ എന്ത് കാണാൻ പറ്റും? കോമൺ ഡിഫറൻസ് കാണാൻ പറ്റൂലേ? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. TD/PD കോമൺ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് 11 കിട്ടും. ഫസ്റ്റ് ടേം അറിയില്ലല്ലോ, എഫ് എന്ന് പറഞ്ഞാൽ X1 അല്ലേ മക്കളെ? എങ്ങനെ നിങ്ങൾ X1 കാണും? ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ് കാണാത്തല്ലോ, പോയി കണ്ടോളി. ഏതൊരു ടേം നിങ്ങൾക്ക് അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം. നിങ്ങൾക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും ചാടാം. ചാർട്ടർ മെത്തേഡ് അല്ലേ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചാൽ? എങ്ങനെ നിങ്ങൾക്ക് ഇപ്പോ ഇവിടെ അറിയുന്ന ടേമുകൾ മൂന്നാമത്തെ ടേമും അഞ്ചാമത്തെ ടേമും അല്ലേ? ഈ രണ്ട് ടേമുകളിലെ ഒന്നാമത്തെ ടേമാണ് കിട്ടേണ്ടത്. X1 ആണ് കിട്ടേണ്ടത്. F എന്നാണ് ഞാൻ X1 നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ട് എഴുതിയുള്ളൂ. F എന്നാൽ X1 സെയിം ആട്ടോ. അപ്പോ X1 കിട്ടണം. നിങ്ങൾക്ക് ഈ രണ്ട് ടേം അറിയാം. X1 ഏറ്റവും അടുത്തുള്ള ടേം ഇതല്ലേ? അപ്പൊ ഞാൻ ഇവിടുന്ന് ചാടുള്ളൂ. മറ്റേ റിസ്ക് ആണ്. രണ്ടും ഉത്തരം കിട്ടും. ഞാൻ X3 എനിക്ക് അറിയാം. തേർഡ് ടേമിൽ നിൽക്കുന്ന ഞാൻ, അഥവാ 1, 2, 3 മൂന്നാമത്തെ ടേമിൽ നിൽക്കുന്ന ഞാൻ ഒന്നാമത്തെ ടേമിലേക്ക് എത്തണമെങ്കിൽ ബാക്കിലേക്ക് 2 ചാട്ടം ചാടൂലേ? ഓരോ ടേമിൽ നിന്നും അടുത്ത ടേമിലേക്കുള്ള ചാട്ടത്തിനാണ് D എന്ന് വിളിക്കുക. അത് മുന്നിലേക്കാണെങ്കിൽ കൂട്ടുക, ബാക്കിലേക്കാണെങ്കിൽ കുറക്കുക. അപ്പൊ എത്ര D ഞാൻ ബാക്കിലേക്ക് കുറക്കണം? 2 D കുറക്കണ്ടേ? ഡൗട്ട് ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സോ മൂന്നാമത്തെ ടേമിൽ നിൽക്കുന്ന ഞാൻ 2 തവണ ബാക്കിലേക്ക് ചാടിയാൽ ഓരോ ചാട്ടം 1 D അറിയാന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അറിയാത്ത ആൾക്കാർ ഫസ്റ്റത്തെ ചാപ്റ്റർ കാണണം. സോ X1 is equal to തേർഡ് ടേം എന്ന് ബാക്കിക്ക് 2 ചാട്ടം. ഇവിടെ തേർഡ് ടേം ഇവിടുന്ന് ഒരു D കുറച്ച സെക്കൻഡ് ടേം എത്തും, ഒരു D പാടെ കുറച്ച ഫസ്റ്റ് ടേം എത്തും. ഫസ്റ്റ് ടേം ആണ് കിട്ടേണ്ടത്. ഇതാണ് ഐഡിയ കത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഏതായാലും തേർഡ് ടേം 25 - 2 × D എന്ന് പറഞ്ഞാൽ 11. ആദ്യം ഗുണിക്കണം. 25 - 2 × 11 22. സോ 25 - 22 പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എത്ര കിട്ടും? 3 എന്ന് കിട്ടും. സോ ഫസ്റ്റ് ടേം X1 എന്ന് പറഞ്ഞാലും F എന്ന് പറഞ്ഞാലും സെയിം തന്നെയല്ലേ? F 3 കിട്ടി, D 11 കിട്ടി. എന്ത് കാണാൻ പറ്റും? ആൾജിബ്രായിക് ഫോം കാണാൻ വയ്ക്കൂലേ? DN + F - D. ഇത് നിങ്ങൾ കാണണം, അല്ലെങ്കിൽ കാണണ്ട, ഞാൻ തന്നെ കാട്ടിത്തരാം. 11N + 3 - 11. 11N പ്ലസ് അല്ല മൈനസ് വരും. കാരണം 3 11 വർഷം -8 ആണ്. അപ്പൊ -8 എന്ന് വരും. +1 -1 -1. സോ നെഗറ്റീവ് അവിടെ വന്നാൽ പിന്നെ നെഗറ്റീവ് ഇട്ടാൽ മതി. വെറുതെ പ്ലസിനെ കൊണ്ട് ഇങ്ങനെ വരക്കണ്ട. ഇനി അതേപോലെ തന്നെ ഇങ്ങോട്ടോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചോദിച്ച ചോദ്യം നോക്കി. അഞ്ചാമത്തെ ടേം 11 അല്ല 10. 10ാമത്തെ ടേം 5. എന്താ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത? എന്താ അറിയാന്ന് പ്രതീക്ഷിക്കുന്നു. അഞ്ചാമത്തെ ടേം എത്രേ? 10. 10ാമത്തെ ടേം എത്രേ? 5. അണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു മറിച്ചല്ലേ? കുട്ടനും കുട്ടനും ആണോ അല്ലേ? അങ്ങനെയല്ലേ വന്നിക്കണേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഇപ്പൊ 100ാമത്തെ ടേം 150, 150ാമത്തെ ടേം 100, ഇങ്ങനെയുള്ള അങ്ങോട്ടും കുട്ടനും ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്കില് കണ്ടല്ലോ. പ്രത്യേകത മനസ്സിലായാലും ഒരു കാര്യം എപ്പോഴും ഉറപ്പിച്ചോണ്ട്, കോമൺ ഡിഫറൻസ് -1 ഓൾവേസ്. കോമൺ ഡിഫറൻസ് -1 സ്റ്റാർട്ട് പോയിന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. അതേപോലെ തന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ട്, വേണമെങ്കിൽ പഠിക്കാം. മൈകോ ഇവിടെ 5ഉം ഇവിടെ 10ഉം അല്ലേ? 5ഉം 10ഉം കൂട്ടിയ 15 അല്ലേ വരിക? 15ാമത്തെ ടൈം എപ്പോഴും 0. എങ്ങനെ ഇതിന്റെ പൊസിഷൻ ആളൊന്ന് കൂട്ടിയ 5ഉം 10ഉം കൂട്ടിയ 15 ആണ് വരിക. അപ്പൊ 15ാമത്തെ ടൈം കണ്ണും പൂട്ടി എഴുതാൻ പറ്റും 0. അതായത് ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പൊ 100ാമത്തെ ടൈം 150 ഞാൻ പറഞ്ഞു, 150ാമത്തെ ടൈം 100. ഇവിടെ നമുക്ക് അറിയാൻ പറ്റും കോമൺ ഡിഫറൻസ് എത്ര? -1. ആൻഡ് എത്രാമത്തെ ടൈം ഈ കാര്യം 0? 250ാമത്തെ ടൈം 0. കാരണം ഈ 100 150 കൂട്ടി 250 അല്ല, 250ാമത്തെ ടൈം 0. ഇതൊരു ടെക്ക. ഇത് വേണമെങ്കിൽ പഠിച്ചാൽ മതി, ഇതെന്തായാലും പഠിക്കും. ഓക്കെ എന്നാൽ സോ ദെൻ ഏതായാലും നോക്കാം. ഇവിടെ നോക്കാം. 5ാമത്തെ ടേം 10. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടൂടെ? സാധാ പോലെ തന്നെ ചെയ്യട്ടെ. വേണമെങ്കിൽ കോമൺ ഡിഫറൻസുകൾ കാണേണ്ട ആവശ്യമില്ല. -1 കോമൺ ഡിഫറൻസ് -1 ആണെങ്കിൽ പറയും. കോമൺ ഡിഫറൻസ് -1 ആണ്. ഫസ്റ്റ് ടേം അറിയോലല്ലോ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാ? ആൾജിബ്രായിക് ഫോം. ഫസ്റ്റ് ടേം എങ്ങനെയാണ്? ഒന്നാമത്തെ ടേം. ഞാൻ പറയും 5ാമത്തെ ടേം എനിക്കറിയാം. കുറെ ടേം അറിയാം. അതിലെ ഒന്നാമത്തെ ടേമിനെ വെച്ച് അടുത്തുള്ള ടേം 5ാമത്തെ ടേം. 5ാമത്തെ ടേമിൽ നിൽക്കുന്ന ഞാൻ 1ാമത്തെ ടേമിലേക്ക് എത്തണമെങ്കിൽ 1 D 2 D 3 D 4 D കുറക്കും. 5ാമത്തെ ടേം 10 -4 × D എന്ന് പറഞ്ഞാൽ -1. അപ്പൊ എത്ര വരും? 10 -4 × -1 എത്ര? രണ്ട് സംഖ്യകൾ ഗുണിക്കുന്ന സമയത്ത് ആദ്യം ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിക്കുക. ഇവിടെ ഒരു മൈനസും ഇവിടെ ഒരു മൈനസും ഉണ്ട്. ആ 2 മൈനസ് ഒപ്പം വരും. പിന്നെ 4 × 1 പറഞ്ഞാൽ 4.
രണ്ട് മൈനസ് ഒപ്പം വന്ന എന്തായിട്ട് മാറും? അഥവാ ഗുണിക്കുന്ന സമയത്ത് ചിഹ്നങ്ങളൊക്കെ മുന്നിക്കിടുക ആദ്യം. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. രണ്ട് മൈനസ് മുന്നിക്കിടുക, എന്നിട്ട് 4 ഇൻറ്റു 1 4 തന്നെ. 10 പ്ലസ് 4 എത്ര വരും എന്നുള്ളത് 14 വരിക. സോ വളരെ കൃത്യമായിട്ട് എഴുതാം. ഇതൊരു സ്പെഷ്യൽ കേസ് മാത്രമാണ്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യനും അതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ല, ഇതല്ല, വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയ്തു നോക്കാം. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ള ക്വസ്റ്റ്യൻ സെയിം മെത്തേഡാണ് കേട്ടോ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കമന്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാം. കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഞാൻ ലിങ്ക്. ആൾജിബ്രായിക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് xn is equal to 4n plus 1. xn is equal to 4n plus 1. പിന്നൊരു കാര്യം, ഒരു ആൾജിബ്രായിക് ഫോം എന്ന് എങ്ങനെ സീക്വൻസ് ചെയ്ത്, അതാണ് ആൾജിബ്രായിക് ഫോം. അത് ആരുടെ ആൾജിബ്രായിക് ഫോം ആണെന്ന് എങ്ങനെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാനുള്ള ടെക്നിക്ക് എന്താ അറിയോ? കോമൺ ഡിഫറൻസ് കാണാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്നിന്റെ പല നമുക്ക് ഇക്വേഷൻ എന്താ? xn is equal to dn plus f minus d ആണോ അല്ലേ? കണ്ടാൽ തന്നെ അറിയാം എന്നിന്റെ ഒപ്പം ഡി അല്ലേ? dn എന്നിന്റെ ഒപ്പം ഡി ആണോ അല്ലേ? ഇവിടെ എന്നിന്റെ ഒപ്പം 4 അല്ലേ? അഥവാ ഡി വരേണ്ടടുത്താണ് 4 വന്നിരിക്കുന്നത്. അപ്പൊ എന്നിന്റെ ഒപ്പം ഉള്ള ആളായിരിക്കും 4. എന്നിന്റെ ഒപ്പം ആരാണോ അയാളായിരിക്കും ഡി. ഇവിടെ ഡി 4 അല്ലേ? അപ്പൊ ഡി 4. ഇനി എഫ് കിട്ടണമെങ്കിൽ വളരെ സിമ്പിളാ. ഫസ്റ്റ് ടൈം കിട്ടാനുള്ള ടെക്നിക്ക് എന്താ അറിയോ? ഇവിടെ എന്നുകളൊക്കെ ഉണ്ട് പൊത്തിപ്പിടിക്കുക. ഈ 4n പ്ലസിൽ എൻ ഇവിടെ അല്ലേ ഉള്ളൂ. ഈ എന്നൊന്ന് പൊത്തിപ്പിടിച്ചു നോക്കി, ബാക്കിയൊന്ന് വായിച്ചു നോക്കി. ഈ എന്ന് പൊത്തിയിട്ട് ബാക്കിയൊന്ന് വായിച്ചു നോക്കി. ബാക്കി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 4 plus 1 മൈനസ് ആണെങ്കിൽ മൈനസ്, ഇവിടെ പ്ലസ് ആണ്. 4 plus 1 5 എന്ന് വരും. ആണോ അല്ലേ? കോമൺ ഡിഫറൻസ് 4, ഫസ്റ്റ് ടേം 5. അഥവാ ഒന്നാമത്തെ ടേം 5, 5 തുടങ്ങണം. 4 കോമൺ ഡിഫറൻസ് 4 കൂട്ടി പോണം. 5 9 13 17 21 അങ്ങനെ പോകും. ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഈ ശ്രേണിയിലെ 10ാം പദത്തിനേക്കാൾ എത്ര കൂടുതലാണ് 15ാമത്തെ പദം? ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചൂടെ? ഓക്കെ, ഞാനിത് വായിച്ചുതരാം. കോമൺ ഡിഫറൻസ് 4 ആണെന്ന് കിട്ടിയാലോ. 10ാം പദത്തിനേക്കാൾ എത്ര കൂടുതലാണ് 15ാമത്തെ പദം? എടാ ഒന്ന് ആലോചിച്ച് നോക്കി. 10ാമത്തെ പദത്തിൽ നിന്ന് 15ാമത്തെ പദത്തേക്ക് എത്തണമെങ്കിൽ എത്ര ഡി കൂട്ടണം? 10ാമത്തെ പദത്തിൽ നിന്ന് ഒരു ഡി കൂട്ടിയ 11ാമത്തെ പദം, ഒരു ഡിയും പാടെ കൂട്ടിയ 12. അങ്ങനെ ചാടി 5 ഡി കൂട്ടിയാലല്ലേ 15ാമത്തെ പദത്തിലേക്ക് എത്തുക. അപ്പൊ എത്ര? ഈ 5 ഡി എത്ര നോക്കിയാൽ പോരെ? ഡി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 4 ആണ്. അപ്പൊ 5 ഡി എത്ര വരും? 5 ഡി ഈക്വൽ ടു 5 ഇൻറ്റു 4. 5 ഇൻറ്റു 4 എത്ര? 20 ആൻസർ വരും. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. സോ ഇവിടെ ഓപ്ഷനിൽ ഉണ്ടാവും 20. 10ാമത്തെ പദത്തിൽ നിന്ന് 15ാമത്തെ പദത്തേക്ക് 5 വട്ടം പൊതു വ്യത്യാസത്തിനെ കൂട്ടണം. ആണോ അല്ലേ? അതാണ് അവര് പറഞ്ഞത്. ഇനി ശ്രദ്ധിച്ചോ, സമ്മുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇത്. ഞാൻ ഒറ്റയടിക്ക് എഴുതാൻ കാരണം ഈ 3ഉം 3 അപ്പൊ ഞാൻ എല്ലാത്തിലും കോമൺ ആയിട്ട് ഇതുണ്ട്. ഇത് കൂട്ടി വായിക്കണ്ട എല്ലാം. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്, സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. ഏതാ നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ 1 2 3 എക്സെട്ര അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഏതാ ഈവൻ നമ്പർ? ഇരട്ട സംഖ്യ. അതിന്റെ മലയാളം വേണ്ടി ഇവിടെ ഉണ്ട്. എണ്ണൽ സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഈവൻ നമ്പർ ആണ് ഇരട്ട സംഖ്യകൾ. 2 4 6 8 എക്സെട്ര. ഓഡ് നമ്പേഴ്സ് ആണ് ഒറ്റ സംഖ്യകൾ. 1 3 5 7 എക്സെട്ര. അങ്ങനെ പോകും. അപ്പൊ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള എണ്ണൽ സംഖ്യകൾ കണ്ടാൽ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2, n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഇരട്ട സംഖ്യകളാണെങ്കിൽ n ഇൻറ്റു n പ്ലസ് 1 മാത്രമേ ഉള്ളൂ. n ഇൻറ്റു n പ്ലസ് 1. ഇനി ഒറ്റ സംഖ്യകളാണെങ്കിൽ സുഖമാണ്. ഇപ്പൊ 10 ഒറ്റ സംഖ്യകളുണ്ട്. അപ്പോ അതൊക്കെ പാടെ കൂട്ടി ഒറ്റടിക്ക് 10ന്റെ സ്ക്വയർ 100 കാരം കിട്ടുക. വേണമെങ്കിൽ കൂട്ടി നോക്കി. ആദ്യത്തെ ഒരു 10 ഒറ്റ സംഖ്യകൾ എടുത്തൊന്ന് കൂട്ടി നോക്കി, 100 കാരം കിട്ടുക. ഇനി ഇതാ എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1. ഇരട്ട സംഖ്യകളുടെ തുക ഇത് ബൈ 2. ഇവിടെ ബൈ 2 ഇല്ല, ഇവിടെ n സ്ക്വയർ. ഇനി ഏതായാലും കൊണ്ട് നോക്കിക്കോ. ക്വസ്റ്റ്യൻസ് കൊടുക്കാം. ഓക്കെ, സമ്മ്. പിന്നെ ഏതൊരു സമാന്തര ശ്രേണി, ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടെങ്കിലും അതിന്റെ സമ്മാണുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ കുറെ ഭാഗങ്ങളിൽ നമുക്ക് ഉപയോഗിക്കും. ഏതൊരു സമാന്തര ശ്രേണിയും ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ്. ഇപ്പൊ 4 6 8 ഇങ്ങനെ പോകും. അപ്പൊ ഇതിൽ ഒരു 3 ടേം കൂട്ടണം. 3 ടേം നമുക്ക് കൂട്ടാം. 4 6 8 കൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുക 18. നിങ്ങളോട് 3000 ടേം കൂട്ടാൻ പറഞ്ഞാൽ എന്താ കിട്ടുക? ക്ഷണ വരക്കും. അതിനാണ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. എന്നിലോടത്തൊക്കെ 3000 കൊടുത്താൽ മതി, കിട്ടും. നമ്പർ ഓഫ് ടേംസ് ഒരു സീക്വൻസിൽ ഇപ്പൊ 2 5 8 ഇങ്ങനെ പോയി ഒരു 101 എഴുതി. ഇതുവരെ എത്ര ടേംസ് ഉണ്ടെന്ന് കാണണം. അപ്പൊ അതിനാണ് നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. അതിനുള്ള ഇക്വേഷൻ ഉണ്ട് ഇതിൽ. xn മൈനസ് x1 ബൈ d പ്ലസ് 1. x എന്ന് പറഞ്ഞാൽ അവസാനത്തെ പദം, x1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം, d പറഞ്ഞ പൊതു വ്യത്യാസം. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി. ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് ബൈ d പ്ലസ് 1. ഇനി നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കത്തിക്കോളൂ. ഇതിന്റെ സമയം എങ്ങനെ കാണുന്ന അറിയോ? ഇത് ഇങ്ങോട്ട് ഇതാണ്, അങ്ങോട്ട് ഇതിനല്ല, അത് കണ്ടത്. ഇത് ഈ ക്വസ്റ്റ്യൻ ആണ് ചെയ്യണം. എടാ അത്
നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? ഞാൻ പേരങ്ങ് മാറ്റി. നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? എണ്ണൽ സംഖ്യകളല്ലേ? എണ്ണൽ സംഖ്യകളല്ലേ? 1 2 3 4 5 6 7 8 9 10 അങ്ങനെ പോയി 20 വരെ ഉള്ളത്. 1 മുതൽ 20 വരെ എത്ര എണ്ണൽ സംഖ്യകളുണ്ട്? എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്? കണ്ണും കുട്ടി ഇതിൽ കൂടെ 20 അതുകൊണ്ടല്ലേ എണ്ണ ഉപയോഗിച്ചത്. ആണോ അല്ലേ? 1 മുതൽ 20 വരെ എത്ര നാച്ചുറൽ നമ്പേഴ്സിന്റെ എത്ര എണ്ണൽ സംഖ്യ? എല്ലാ സംഖ്യകളിലും പെടും. 1 2 3 4 ഒക്കെ പെടും. അപ്പൊ 20 ഉണ്ട്. അപ്പൊ എങ്ങനെ തുക കാണാം? നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക എങ്ങനെ കാണാം? നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക എങ്ങനെ കാണാം? നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ, എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെ കാണാം? എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താ? നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക n × n+1/2. n × n+1/2. നോക്കി കേട്ടോ. n എത്ര? n 20 അല്ലേ? അപ്പൊ n കൊടുത്ത് 20 കൊടുത്തൂടെ? n × n+1 എന്ന് പറയുമ്പോൾ n × n+1 എന്നാണ്. മറക്കരുത്. അത് ഇൻഡു ഇല്ലെങ്കിലും മനസ്സിലാക്കുക. പറഞ്ഞോളി. ഇനി ബ്രാക്കറ്റ് ഒന്നും ഇടണ്ട. സിമ്പിൾ ആയിട്ട് ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മതി. n 20 ഇൻഡു n+1. n-ക്ക് 1 കൂട്ടുക. n-ക്ക് 1 കൂട്ടി എത്ര? n 20 അല്ലേ? അപ്പൊ 20ക്ക് 1 കൂട്ടി എത്ര? 21 അവിടെ വരിക. /2 ആണോ അല്ലേ? ഇനി മേലുള്ള 2 കൊണ്ട് താഴെ ഏതെങ്കിലും താഴെയുള്ള 2 കൊണ്ട് മേലുള്ള ആരെങ്കിലും വെട്ടാൻ പറ്റുമോ? 21 നിന്ന് വെട്ടാൻ പോണ്ട പോയിന്റ് വരും. 21/2. 21/2 ആണ് 21ന്റെ പകുതി 10 വരും. വേണ്ട. 20നെ 2 കൊണ്ട് വെട്ടിക്കൂടെ? 20നെ 2 കൊണ്ട് വെട്ടിയാൽ 20നെ 2 കൊണ്ട് വെട്ടി 20ൽ എത്ര 2 ഉണ്ട്? 10 2. അപ്പൊ ഇവിടെ എന്ത് വന്നു? 10 × 21 എന്ന് വന്നു. 10 × 21 എത്ര? 210. സോ ഞാൻ നിങ്ങളുടെ ആൻസറും കൂടി എടുത്ത് എഴുതാൻ പോവാണ്. 210 എന്നുള്ളതാണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം. 2 4 6 8 10 അങ്ങനെ 40 വരെയുള്ള ഈ ഒരു സംഖ്യകളുടെ ഇടമക്കളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഇതിന്റെ ആൻസർ പറഞ്ഞു അറിയില്ല, നോക്കാം. ഇത് ഈവൻ നമ്പേഴ്സ് അല്ലേ? ഇത് ഈവൻ നമ്പേഴ്സ് അല്ലേ? ഈവൻ ഇരട്ട സംഖ്യകളല്ലേ? നോക്കി ഇപ്പൊ ഇരട്ടകളൊക്കെ നോക്കി 2 4 6 8 10 അങ്ങനെ പോയി 40 വരെയുള്ള ഈവൻ നമ്പേഴ്സാ. അപ്പൊ എന്റെ ചോദ്യം നമ്പർ ഓഫ് ടേംസ് എത്ര എന്നുള്ളതാണ്. അപ്പൊ ചില ആൾക്കാർ പറയും സാറേ 40 ഒലക്കന്റെ മൂടാണ്. 40 എണ്ണമൊന്നുമില്ല. 40 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉള്ളൂ? നിങ്ങളൊന്ന് നോക്കി. 1 ഓഡ് നമ്പർ ആണ്, ഒറ്റ. 2 ഈവൻ ഇരട്ട. 3 ഓഡ്. 4 ഈവൻ. 5 ഓഡ്. 6 ഈവൻ. ഇപ്പൊ ഞാൻ 6 നമ്പേഴ്സ് ചൊല്ലിയില്ലേ? ഇതില് 3 ഒറ്റയല്ലേ? ബാക്കിയുള്ള 3 ഇരട്ടയല്ലേ? അപ്പൊ പകുതിയാണ് ഒറ്റ ഇരട്ടിയും വരിക. അപ്പൊ 40 വരെ ഞങ്ങൾ എണ്ണി കഴിഞ്ഞാൽ 20 ഒറ്റ സംഖ്യയും 20 ഇരട്ട സംഖ്യയല്ലേ വരിക? 20 ഇരട്ട സംഖ്യ ഏതാന്നുള്ളതാണെങ്കിൽ നോക്കിക്കോ. 2 4 6 8 10 12 14 16 18 20 22 24 26 28 30 32 34 36 38 40 20. ഇപ്പൊ നമ്പർ പറഞ്ഞാൽ എണ്ണ കണ്ട 20. ഓക്കെ. എന്താ ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ? ഈവൻ നമ്പേഴ്സിന്റെ തുക കാണാനുള്ള ഇക്വേഷൻ നോക്കിയാൽ മതി. n × n+1 ആണ്. /2 ഉണ്ടാവില്ല കേട്ടോ. n എത്ര? 20 ഇൻറ്റു n+1 എന്ന് പറയുമ്പോൾ 20ക്ക് 1 21. 20 × 21 420 അല്ലേ വരിക? സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. ഡൗട്ട് ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഓക്കെ. ഇനി അടുത്തത് ഒറ്റ സംഖ്യകൾ 1 3 5 7 എക്സെട്ര 39 വരെ. എടാ ഇത് കാണുമ്പോ ചില ആൾക്കാർക്ക് എങ്കിലും അടങ്ങാറുണ്ടാവും. ഒരു പേടിയുമാണ്. നിങ്ങൾ നോക്കി. ഞാൻ ചോദ്യം 9 വരെ എത്ര? 9 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? ഒറ്റ സംഖ്യകൾ എണ്ണീക്കോ. 1 3 5 7 9. 5 എണ്ണം അല്ലേ? 9 വരെ എത്ര നോക്കുമ്പോ ഇരുന്ന എണ്ണിനെക്കാട്ടും നല്ലൊരു ട്രിക്ക് പറഞ്ഞുതരാം. 9 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് നിങ്ങൾ നോക്കണ്ട. 9ന് ശേഷമുള്ള നമ്പർ ഏതാ? സാധാരണ എണ്ണുമ്പോ 10 അല്ലേ? 10 വരെ എത്ര ഒറ്റ നോക്കിയത്? അപ്പൊ കണക്ട് പോലെ 10 വരെ പകുതി ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകളും പകുതി ഈവൻ നമ്പേഴ്സും ആയിരിക്കും. 9 പറയുമ്പോ പകുതി കാണുമ്പോഴൊക്കെ റിസ്ക് ചടക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ സംഖ്യകളാണെന്ന് നോക്കുമ്പോ ലാസ്റ്റ് നമ്പറിലെ ഒരു 1 കൂട്ടുക. കാരണം 10 വരെ നോക്കിയാലോ 9 വരെ നോക്കിയാലോ ഒരു പ്രശ്നമല്ല. കാരണം 10 എന്തിൽ പെടൂല? ഓഡ് നമ്പറിൽ പെടൂല, ഒറ്റ സംഖ്യയിൽ പെടൂല. അതുകൊണ്ട് എണ്ണം കൂടാനൊന്നും പോണില്ല, ഉത്തരം തെറ്റാനും പോണില്ല. അപ്പൊ 9 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് നോക്കണേനെക്കാട്ടും നല്ല 9 കഴിഞ്ഞ അടുത്ത നമ്പർ 10. 10 വരെ എത്ര ഒറ്റ ഉണ്ടാവും? 10 5 ഒറ്റ 5
ആണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ 39 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 39 വരെ നോക്കണ്ട. 39 ശേഷം 40 40 വരെ നോക്കിയാൽ അതാ നല്ലേ. 40 വരെ എത്ര ഒറ്റ എന്ന് ആലോചിച്ചാൽ മതി. 40 വരെ 20 ഒറ്റയും 20 ഇരട്ടിയും ആണെങ്കിൽ ചൊല്ലി നോക്കിക്കോളി. 1 3 5 7 9 11 13 15 17 19 23 21 23 25 27 29 31 33 35 37 39 40 വരെ നോക്കിയാലും 39 നിൽക്കുന്നുണ്ട് ഒറ്റ സംഖ്യയാണ്. സോ എണ്ണം ലാസ്റ്റ് ഒന്നുകൂടി 40 വരെ എത്ര നോക്കിയാൽ 40 വരെ എത്ര 20 ഒറ്റ 20 ഇരട്ട ആണോ അല്ലേ? നമുക്ക് ഒറ്റന്റെ ആവശ്യമുണ്ട്. എന്താ ഒറ്റ സംഖ്യകളെ തുക കാണാനുള്ള ഇക്വേഷൻ നോക്കി നോക്കിയാൽ മതി. അവിടെ ഞാൻ തന്നിട്ട് n സ്ക്വയർ ആണ്. n എത്ര 20 അല്ലേ? അപ്പൊ 20ന്റെ സ്ക്വയർ വരും. എത്ര വരും? 20ന്റെ സ്ക്വയർ 400. സിമ്പിൾ. ആ ഇനി കണ്ടു നോക്കിക്കോ. അടുത്ത ചോദ്യം നോക്കിക്കോട്ടെ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ്. 4 പ്ലസ് 8 പ്ലസ് 12 പ്ലസ് എക്സെട്ര പ്ലസ് 80. ഇത് കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറയും 4 8 12 അങ്ങനെ പോയി 80 വരെ എന്ന് പറയുമ്പോ ഇത് 4ന്റെ ഗുണനപ്പട്ടികയല്ലേ? 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ? 1 4 4 2 4 8 3 4 12 എന്നൊക്കെ ചൊല്ലി പഠിച്ചേ ആ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. ഇതില് ഇത് 1 4 ഇത് 2 4 ഇത് 3 4 അങ്ങനെ പോയി 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 ഇത് 20 4 ആണോ അല്ലേ? 24 24 80 24 എടാ ഇത് 4ന്റെ ഗുണനപ്പട്ടികയാണെങ്കിൽ ഞാൻ എന്താ കേട്ടെന്ന് അറിയോ? എല്ലായിടത്തുനിന്ന് ഞാൻ 4നെ പുറത്ത് എടുക്കുക. ഈ ഗുണനപ്പട്ടിക എല്ലായിടത്തുനിന്ന് ഞാൻ 4നെ പുറത്ത് എടുത്തു. 4ൽ എത്ര 4 ഉണ്ട്? 4നെ ഞാൻ പുറത്ത് എടുത്തു. അപ്പൊ 4ൽ എത്ര 4 ഉണ്ട്? 1 4 പ്ലസ് അടുത്ത് നോക്കി 8 8ന്ന് 4 പോയി കഴിഞ്ഞാൽ 8ൽ എത്ര 4 ഉണ്ട്? ഇൻഡു വട്ടം നോക്കണ്ട, കുറക്കല്ല വേണ്ടേ. 8 4 8ൽ എത്ര 4 ഉണ്ട്? 2 4 അല്ലേ 8? അപ്പൊ ആ 2 4 പറയുമ്പോ 2 4 എന്ന് 4 പോയാൽ ബാക്കി 2. സോ അങ്ങനെ എഴുതണം കേട്ടോ, മറക്കരുത്. സോ 2 പ്ലസ് 12ൽ എത്ര 4? 3 4 അങ്ങനെ പോയി 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 80ൽ എത്ര 4? 24. എടാ നിങ്ങൾ ഈ മച്ചാൻ എവിടെയെങ്കിലും കണ്ടെക്കണം. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് എക്സെട്ര പ്ലസ് 20. ഇതാണോ ആ മച്ചാൻ? ഈ മച്ചാന്റെ ഉത്തരാണോ 210 കിട്ടിയത്? അല്ലേ? സോ ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1 മുതൽ 20 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കണം അതിന്റെ ഉത്തരം. പുറത്തൊരു 4 ഉണ്ട് ഇൻഡു. ഇതിന്റെ ഉത്തരം 210 ആണെന്നുള്ളത് എ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചതാണ്. സോ ദ ആൻസർ ഈസ് 840 എന്നുള്ളത് ഡൗട്ട് ഇല്ലാന്ന് പ്രതീക്ഷിക്കണം. ഇനി അടുത്തൊരു ചോദ്യം കൂടി എങ്ങനെ ചെയ്യാന്നുള്ളത് കാട്ടിത്തരാം. ഈ ക്വസ്റ്റ്യൻ ഇത് ഡി, ഇത് സി. നമ്മൾ ഇ ചെയ്യാൻ പോവാം. ഇതല്ലേ തന്നിട്ടുണ്ട്. ഇതിനൊരു ട്രിക്ക് ഉണ്ട്, സാധാ പോലെ കൂട്ടണ്ട. ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് 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 നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല. ഇതിൽ 20 ആവാനുള്ള, ഇതിലും 20 ആവാനുള്ള, ഇതിലും 20 ആവാനുള്ള, ഇതിലും 20 ആവാനുള്ള. അപ്പൊ ഇതിലും 20 അവനെ ആയിരിക്കും. അങ്ങനെ വരൂ. ഏതായാലും നോക്കാം. ഞാൻ ആദ്യം നമുക്ക് നേരത്തെ കിട്ടിയ സാധനം അല്ലേ, ഇപ്പൊ ഡി ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടില്ല. 4 8 12 അങ്ങനെ പോയി 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 80 വരെ നമ്മൾ കൂട്ടി. അപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം 840 ആണ്. ആണോ അല്ലേ? നോക്കട്ടെ, ഇത് ഞാൻ എഴുതി, ഒരാവശ്യമുണ്ട്. ഇനി അടുത്തതാണ് 7 പ്ലസ് 11 പ്ലസ് 15 പ്ലസ് എക്സെട്ര പ്ലസ് 83. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആണോ അല്ലേ? എനിക്ക് ഇതെങ്ങനെ ചെയ്യും? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു. ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 4 ഇതിന്റെ കോമൺ ഡിഫറൻസ് 4 ഇങ്ങനെയുള്ള കേസിൽ ഇത് പറ്റില്ലോ. ഈ ടെക്നിക്ക് കണ്ടോളൂ. ഇവിടുത്തെ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 4ഉം ഇവിടുത്തെ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 7ഉം തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. 4ൽ നിന്ന് അതിന്റെ മുമ്പ് ഇവിടെ എത്ര ടേം ഉണ്ട്? ഇവിടെ 20 ടേം ആണ് അല്ലേ? 4ന്റെ 20 മൾട്ടിപ്പിൾസ് ആണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ 20 ടേം തന്നെയാണ്. വേണമെങ്കിൽ നോക്കി ഒരുപാട് 20 ടേം ആണ്. അങ്ങനെ വരുള്ളൂ. ഇവിടുത്തെ ഫസ്റ്റ് ടേമും ഇവിടുത്തെ ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4നെക്കാട്ടിലും 3 കൂടുതലല്ലേ? ഇനി ഇവിടെ നിന്ന് കേട്ടോ 8 11 എത്താൻ 3 കൂടുതലല്ലേ? 12 15 എത്താനും 3 കൂടുതലല്ലേ? അപ്പൊ എല്ലാ ടേമും 3 3 3 3 3 3 3 3 കൂടുതലല്ലേ? കാരണം
ലാസ്റ്റ് 20ാമത്തെ ടേം എത്ര കൂടുതലാ? 3 കൂടുതലാ. അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റും ഇതിന്റെ സം എത്ര കൂടുതലായിരിക്കും എന്നുള്ളത്. ഓരോ ടേമും 3 വെച്ച് കൂടുതലാണ് ഈ സീക്വൻസിൽ. ഈ സീക്വൻസിന്റെ സം 840. ഈ സീക്വൻസിലുള്ള ഓരോ ടേമിനെക്കാട്ടിലും 3 കൂടുതലാണ് ഈ അടുത്ത നമുക്ക് കാണേണ്ട സീക്വൻസിന്റെ ടേംസ്. ഇങ്ങനെ ഈ സീക്വൻസിൽ 20 ടേം ഉണ്ട്. അപ്പൊ 20 ടേമും 3 കൂടുതലല്ലേ? കാരണം 3 അങ്ങനെ പോയി 20 വട്ടം 3 കൂടുതലേ. കാരണം അപ്പൊ ടോട്ടൽ സം എത്ര കൂടും? 3 കൂടും. ടോട്ടൽ ഓരോ ടേമിലും 3 വെച്ച് ടോട്ടൽ 20 ടേമില് 20 വട്ടം 3 കൂടിയാല് 60 കൂടും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു മിഠായി വാങ്ങാണ്. ആ മിഠായിക്ക് സാധാരണ ഉള്ള വിലനെക്കാട്ടിലും 3 റുപ്യ കൂടുതലാണ്. അങ്ങനത്തെ ഒരു 20 മിഠായി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ നിന്ന് ടോട്ടല് ആ മിഠായിക്ക് ടോട്ടൽ കൂടിയേക്കുക 3 റുപ്യ വെച്ച് 20 മിഠായിക്ക് 60 റുപ്യ കൂടിയേക്കും. ആണോ അല്ലേ? അതന്നെ എവിടെയും പരിപാടി. സോ 840 60 കൂട്ടിയ എത്ര? 840 60 കൂട്ടിയാല് 840 60 കൂട്ടിയതിന്റെ സം കിട്ടും 900. ഡൗട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഒരു കൺസെപ്റ്റ് ആണ്. വളരെ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കട്ടോ. മനസ്സിലാവാത്ത ആൾക്കാർ ഒരൊറ്റ കൂടി കേട്ടോളി. എന്നിട്ട് ഡൗട്ട് ഞാൻ പറഞ്ഞില്ലേ ഡയറക്റ്റ് കണക്ട് ചെയ്തോളൂ. ഇനി ഇത് ചെയ്യാം. സാധാ ഇങ്ങനെ സമ്മ് കാണാം. സാധാ ഒരു സീക്വൻസ് വെറുതെ തന്നു. ഇനി സമ്മ് കാണണം. 51 52 53 54 അങ്ങനെ പോയി 70 വരെ. ശ്രദ്ധിച്ചു കേട്ടോ, കുറെ സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകണം നമ്മള്. ആ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുമ്പത്തെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. നോക്കിക്കോ. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ. കോമൺ ഡിഫറൻസ് അറിയില്ലേ? 1 അല്ലേ? ഫസ്റ്റ് ടേം എത്ര? x1 എന്ന് പറയാം, f എന്ന് പറയാം. ഇവിടെ x1 എന്ന് വിളിക്കണം. 51. ലാസ്റ്റ് ടേം എത്ര? x എന്ന് പറഞ്ഞാൽ അവസാന പദം എന്നും പറയട്ടോ. ഇതിലുള്ള ഏറ്റവും അവസാനത്തെ അത് 70 ആണ്. ഇവിടെ എത്ര പദം ഉണ്ട്? 51 മുതൽ 70 വരെ എത്ര പദം ഉണ്ട്? 51 മുതൽ 70 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഇതിലുണ്ട്. 1 വെച്ചാണ് കൂടുന്നത്. ഒരു ആള് മിസ്സായിട്ടില്ല. അപ്പൊ 20 ആയിക്കാരുണ്ടാവുക. എന്തോ ആയിക്കോട്ടെ, വട്ടവർ. എങ്ങനെ n കാണാൻ നോക്കിക്കോ. n കാണാനുള്ള ഇക്വേഷൻ ആണ് xn മൈനസ് x1 ബൈ d പ്ലസ് 1. xn എത്ര? അവസാന പദം 70 മൈനസ് x1 എത്ര? 51 ബൈ d എത്ര? d 1 തന്നെയാണ്. പ്ലസ് 1. 70 51 പോയി കഴിഞ്ഞാൽ 19. 19 ഒന്നുകൊണ്ട് ഹരിച്ചിട്ട് കാര്യമുണ്ട്? ഏതൊരു നമ്പറിനെ ഒന്നുകൊണ്ട് ഹരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ 19 ഒന്നുകൊണ്ട് ഹരിച്ച് 19. 19 പ്ലസ് 1 പറഞ്ഞാൽ 20 എണ്ണം വരും. അഥവാ അവിടെ 20 പദം ഉണ്ടെന്ന് കിട്ടി. എണ്ണം കിട്ടി, പദങ്ങളുടെ എണ്ണം കിട്ടി. പദങ്ങളുടെ എണ്ണം കൂടി കിട്ടി 20. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി തുക കാണാനുള്ള ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നെ. ഏതൊരു സമാന്തര ശ്രേണിയും തുക കാണാനുള്ള ഇക്വേഷൻ ഇവിടെ പഠിപ്പിച്ചു തന്നത്. ഇതാണ് അതിന്റെ തുക കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ആ ഇക്വേഷൻ ഞാൻ ഇവിടെ ഇടാൻ പോവാണ്. എന്താ ഇക്വേഷൻ? n/2 ഇൻറ്റു x1 പ്ലസ് xn. x1 എന്ന് പറഞ്ഞാൽ ആദ്യ പദം, xn എന്ന് പറഞ്ഞാൽ ഇതെന്തിനാ ഞാനിപ്പോ ഇതൊക്കെ എഴുതിയെന്ന് മനസ്സിലായില്ലേ? d ആവശ്യം എന്തായാലും ഉണ്ട്. x1 ഇവിടെ ആവശ്യമുണ്ട്, xn ഇവിടെ ആവശ്യമുണ്ട്, n അത് ഇവിടെ ആവശ്യമുണ്ട്. ഇനി ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകണം. ഇവിടെ എത്ര പദമുള്ളത്? എന്നിലോടത്ത് 20 പദമല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ എന്നിലോടത്ത് 20 എന്ന് കൊടുത്താൽ മതി. 20 ഈക്വൽ ടു n 20 ബൈ 2 ഇൻറ്റു x1 പ്ലസ് x 20. കാരണം ഈ എന്നിലോടത്തൊക്കെ ഇവിടെ n ഉണ്ട്, ഇവിടെ n ഉണ്ട്, ഇവിടെ n ഉണ്ട്. എന്നിലോടത്തൊക്കെ 20 എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്ത് വരും? പറഞ്ഞോളൂ. ഇവിടെ 20ന്റെ പകുതി കാണാൻ പറ്റുമെങ്കിൽ അപ്പൊ തന്നെ കണ്ടുപോകും. 20ന്റെ പകുതി 10 ഇൻറ്റു x1 എത്ര? x1 എത്ര? ഇവിടുത്തെ x1 പറഞ്ഞാൽ ഇതല്ലേ 51 പ്ലസ് x20 എത്ര? x20 20 ആൾക്കാരല്ലേ ഇതിലുള്ളത്. അപ്പൊ 20 ആൾക്കാരുള്ള ഒരു പരിപാടിയില് 20ാമത്തെ ആള് പറഞ്ഞിട്ട് അവസാനത്തെ ആളല്ലേ. ഇപ്പൊ ഞാനൊരു ഓട്ട മത്സരത്തിന് വേണ്ടിയിട്ട് ഞാൻ 4ാം സ്ഥാനം കിട്ടി മാറുമാരോട് വലിയ പുലിവലി എന്ന് പറയണം. ആ റേസിൽ 4 ആൾക്കാരുള്ളൂ മുമ്പ് ജമ്പ് അറിയുന്നത് വരെ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ലാസ്റ്റ് അല്ലേ, പൊട്ടനല്ലേ ഞാൻ. ഞാനത് പറയാൻ പാടില്ല. സുധൻ, അപ്പോ 20ാമത്തെ പദം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പദമാണ്. ഇവിടെ 20 പദമാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ 20ാമത്തെ പദമാണ് ഏറ്റവും അവസാനത്തെ പദം 70. സോ 10 ഇൻറ്റു ഇവിടെ ഇൻറ്റു ഉണ്ട് 51 70 കൂട്ടി കഴിഞ്ഞാൽ 121. സോ ദ ആൻസർ ഈസ് 1210 എന്ന് കിട്ടും. 20 പദങ്ങളുടെ തുക. കുഴപ്പമില്ലാതെ പ്രതീക്ഷിക്കുന്നു. ഇതും അതേപോലെ തന്നെയാണ് ചെയ്യുക. ഡി എന്ന് പറഞ്ഞാൽ 1 കിട്ടും. 1.5 2.5. അപ്പൊ 1.5 2.5 തന്നെ 1 കൂട്ടണം. കോമൺ ഡിഫറൻസ് കിട്ടും. ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് 1.5 എന്ന് കിട്ടും. ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് 12.5 എന്ന് കിട്ടും. ഇതൊക്കെ കൂട്ടാൻ അറിയില്ലേ? അര എന്ന് പറഞ്ഞാൽ 12.5 എന്നൊക്കെ എഴുതിയാൽ മതി കൂട്ടുന്ന സമയത്തൊക്കെ. ഓക്കെ ആണല്ലോ.
സോ ആ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കുക. പദങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് അറിയാം. 1.5 മുതൽ 12 വരെ എത്ര ഉണ്ടാവുന്നുള്ള എല്ലാം ഒന്ന് വെച്ച് കൂടാണ് പോണ്. 12 ഉണ്ടാവുക. ഇക്വേഷൻ എണ്ണി കാണാനുള്ള ഇക്വേഷൻ കുട്ടികൾ എല്ലാവരും ചെയ്യണട്ടോ. എണ്ണി കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ എണ്ണി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയണം. തുക കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. ആ തുക കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. തുക എസ് എന്ന് പറഞ്ഞാൽ സം കേട്ടോ. സം പറഞ്ഞാൽ തുക. മറക്കരുതേ.